ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മിനൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ബസ്മതി റൈസ്, സവാള, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, മുട്ട, വിനാഗിരി, ടൊമാറ്റോ സോസ്, സോയ സോസ്, സൺഫ്ലവർ ഓയിൽ, നെയ്യ്, കുരുമുളക് പൊടി, ഉപ്പ്, സ്പ്രിംഗ് ഓണിയൻ ആൻഡ് മല്ലിച്ചപ്പ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമ്മൾ സാധാരണ എടുക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ വെള്ളം നമ്മൾ അരി ഇട്ട് തിളപ്പിക്കുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കണക്കിന് എടുത്തിട്ടുള്ളത്. ഇനി ആ വെള്ളത്തിലോട്ട് നമുക്ക് ഏലക്കായ്, ഗ്രാമ്പു, പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് അരി നമ്മളിടുന്ന അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഞാനിത് കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി അരിയുടെ വേവ് അറിയാൻ. ഇനി ഇത് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റുക. ഇപ്പം നമ്മൾ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ട് വെച്ചിട്ട് അതിലോട്ട് 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ക്യാരറ്റ്, ബീൻസ് ആണ്. അതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അധികം ഇതൊന്ന് വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട അപ്പുറത്തെ സൈഡിൽ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചിക്കി കൊടുക്കാം. ഇങ്ങനെ ചിക്കിയിട്ട് നമ്മളൊന്ന് ഡ്രൈ ആയിട്ട് വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആണ വരെ നമ്മളിങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, അതിന് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, അതിന് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് വെജിറ്റബിൾ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട്
പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് റൈസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതേ മെത്തേഡിൽ തന്നെ ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി പിച്ചിയിട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കണും അമർത്താൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.